രാജ്യസഭയിലും നീറ്റ് വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശവും മണിപ്പൂർ വിഷയവും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസംഗം. നീറ്റ് പരീക്ഷകൾ നടത്താനുള്ള അനുമതി സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും നരേന്ദ്രമോദിക്കും BJP സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ നന്ദി പ്രമേയ ചർച്ച. പാർലമെന്റ് വളപ്പിൽ നിന്നും അംബേദ്കർ പ്രതിമ മാറ്റി സ്ഥാപിക്കാനുള്ള കേന്ദ്ര നീക്കവും മണിപ്പൂർ വിഷയവും തെരഞ്ഞെടുപ്പ് കാലത്തെ മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശവും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മല്ലികാർജ്ജുൻ ഖാർഗെ ഭരണപക്ഷത്തിനെതിരെ തുറന്നടിച്ചു. മോദി accused of the hate speech toward India's Muslims in election rally. डॉक्टर बाबा साहब अम्बेडकर की मूर्ति पार्लियामेंट के सामने रखना ये एक 1963-64 में बहुत बड़ा आंदोलन हुआ था. വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കങ്ങൾ ജോൺ ബ്രിട്ടാസ് MPയും ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷകൾ അടക്കം പൊതുപ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. You destroyed the fundamentals of the federalism. सब छीन लिया है. I have been pleading with this government. Please entrust the state governments to contest the test. രാജ്യസഭയും പലതവണ ഭരണപ്രതിപക്ഷ ബഹളത്തിന് വേദിയായി. രാവിലെ പാർലമെന്റ് വളപ്പിന് പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം നടത്തിയിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം. കൈരളി ന്യൂസ്, ദില്ലി.